പത്മരാജൻ്റെ കഥയും തകര, തെറ്റില്ല. പത്മരാജൻ്റെ ഈ കഥയില്ലേ ശരിക്കും ചെല്ലപ്പനാശാരി, ഇതൊക്കെ പത്മരാജൻ്റെ കഥ ശരിക്കും നാച്ചുറലായിട്ടുള്ള ആളുകളാണ് പത്മരാജൻ തിരഞ്ഞെടുക്കുന്നത്. ചെല്ലപ്പനാശാരിയും അവരും ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണ്. അപ്പം അതിൽ ഈ സുലേഖ എന്ന് പറഞ്ഞ നടിയുണ്ട്. അവളിങ്ങനെ ജനലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കാണുമ്പോഴേക്കും പ്രതാപോത്തൻ ഇതൊക്കെ ആയിട്ട് വന്ന അതൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ്. കോളേജിൻ്റെ അതൊക്കെ അത് ശരിക്കും ഒന്നും കൂടി കണ്ടാൽ തന്നെ അതൊക്കെ നല്ല ഫിലിമാണ്. കഥയിലും ചെറുകഥയിലും നോവലിലും ഒക്കെ ഈ കഥയുടെ എലിമെന്റ്, കഥയുടെ അംശം ആദ്യമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥയാണെന്നില്ല, ഒരു കഥയുടെ ഒരു തുടിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സിനിമയ്ക്ക് ഉപയുക്തമാകൂ. ഇപ്പൊ തകര എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടില്ലേ? തകര അതിൽ കുറേ സീനുകൾ എന്ന് വെച്ചാൽ പത്മരാജൻ്റെ ഈ കഥയില്ലേ ശരിക്കും ചെല്ലപ്പനാശാരി, ഇതൊക്കെ പത്മരാജൻ്റെ കഥ ശരിക്കും നാച്ചുറലായിട്ടുള്ള ആളുകളാണ് പത്മരാജൻ തിരഞ്ഞെടുക്കുന്നത്. ചെല്ലപ്പനാശാരിയും അവരും ഇവരൊക്കെ. പക്ഷെ ചെല്ലപ്പനാശാരി ഇപ്പം നമ്മുടെ ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു പൊട്ടനെ നമ്മളെങ്ങനെ ഒന്നും കൂടി പൊട്ടനാക്കാൻ പറ്റും എന്ന് ചിത്രീകരിക്കണം. അത് ഈ ഭരതൻ്റെ കൈ കിട്ടിയപ്പോഴേക്കും നമ്മൾ വായിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഇപ്പോൾ ആ പുഴക്കടയിൽ വെച്ചിട്ട് ചെല്ലപ്പനാശാരി സുലേഖ എന്ന് പറഞ്ഞ നടിയാണ് അതിലുള്ളത്. ആ നടീനെ എങ്ങനെ ഇവനെ കൊണ്ട് നമ്മളൊരു പ്രേമം കൊടുക്കൂലേ, അല്ലെങ്കിൽ അത് ആക്കിയെടുക്കുന്നത് ചെല്ലപ്പനാശാരിയാണ്. അത് എങ്ങനെ ആക്കണമെന്നുള്ളത് ശരിക്കും ഭരതൻ നമുക്ക് വരച്ച് കിട്ടണം. അത് വരച്ച് കാട്ടുന്ന ഇപ്പം ഭംഗിയായിട്ട് നമുക്ക് ഭരതൻ കാട്ടിത്തരുന്നുണ്ട് പലയിടത്തും. ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണ്. കാര്യം സെക്സിനോട് തോന്നിക്കുന്നത് നമ്മൾ കൊണ്ടുപോകണം. ആ കാളയുടെ എന്ത് കാളയെന്ന് ഈ ചവിട്ടിക്കാൻ കൊണ്ടുപോകുന്ന കാളയുടെ പേരെന്തെന്നാ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്തെ. ഈ ഇപ്പം പ്രത്യുൽപാദനം സൂചി വഴി കയറ്റുന്നത്. പണ്ടങ്ങനെയല്ല, ചവിട്ടിക്കാൻ വേണ്ടി ഒരു കാളനെ ഉപയോഗിക്കും, വിത്ത് കാള. യാസ്. അപ്പം അതിൽ ഈ സുലേഖ എന്ന് പറഞ്ഞ നടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ കഥാപാത്രത്തിന് അവളിങ്ങനെ ജനലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കാണുമ്പോഴേക്കും പക്ഷെ അത് ചെയ്യുന്ന ഈ മന്ദബുദ്ധിയാണ്. പക്ഷെ അവനിത് അറിയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെല്ലപ്പനാശാരിയും മറ്റുള്ളവരൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് ഭരതൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അതും നമ്മൾ എന്താ പറയുക, അത്രയും ഒരു ബ്യൂട്ടി ആയിട്ടാണ് അത് പുള്ളി ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അല്ല, ഭരതൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് വെച്ചാൽ ഭരതൻ എപ്പോഴും പത്മരാജൻ്റെ കഥക്ക് ഭയങ്കര ഇതാണ്. ആ പത്മരാജൻ്റെ കഥ ഭരതൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ കിട്ടും.